ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻഡ് സോ കുറേ കാലമായി ഗൈസ് മൂവിയൊക്കെ കണ്ടിട്ടും റിവ്യൂ ഇട്ടിട്ടും മൂവി കണ്ടാലല്ലേ റിവ്യൂ ഇടാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ട് തന്നെ കുറേ ആയി. അങ്ങനെ കുറേ കാലം ശേഷമാണ് ഒരു മൂവി കാണുന്നത്. അത് സലാറാണ്. എൻ്റെ മോനെ, ഞാൻ എത്ര വെയിറ്റ് ചെയ്തു പറയും, കുറേ വെയിറ്റ് ചെയ്തു. ഇത് ഒരു വട്ടം വരുന്നു, പിന്നെ മാറ്റിയേക്കും. ഞാൻ വിചാരിച്ചു ഇത് മാറ്റിയേക്കുന്നു. അങ്ങനെ അത് കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇതിൻ്റെ ട്രെയിലറോ ടീസറോ എന്താ വന്നപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ലാസ്റ്റ് വന്ന സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാണണം എന്ന് അത്ര നിന്നുപോയി. ഇങ്ങനെ ഇത് കാണണം, ഇത് എന്തായാലും കാണണം, ആ ഒരു മൈൻഡ് എനിക്ക് വന്നുപോയി. അപ്പം ഞാനിങ്ങനെ എന്തായാലും കാണണം എന്നുള്ളത് എങ്ങനെയെങ്കിലും കാണും. അപ്പോൾ ഓരോരുത്തർ സ്റ്റോറിയൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പോയതാണ്, ബുക്ക് ചെയ്ത് പെട്ടെന്ന് പോയതാണ്. ആരുമില്ല, ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് എന്തെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഈ ഒരു പടം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ പട്ട എനിക്കൊരു പരിപാടി ഉണ്ട്, എനിക്ക് വേഗം വരെ തീർക്കണം എന്നുള്ളതിൽ പെട്ടെന്ന് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റോറിയിലേക്ക് കിടക്കും. ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറി കണക്ട് ചെയ്ത് പോണ ഒരു സ്റ്റോറീസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ ആ സ്റ്റോറി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് തോന്നുക. അതായത് ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഞാൻ കുറേ പിടിച്ചു നിന്നു, ഞാൻ കൺട്രോൾ ചെയ്യുക. എൻ്റെ ഒന്ന് പെട്ടെന്ന് ചിരി വരും, എൻ്റെ അടുത്തിരിക്കുന്നവന് നല്ല എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ ചിരി പിടിച്ച് നിൽക്കുക പല സീനുകളും. അതായത് ലോജിക്ക് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ മാറ്റി വെക്കണം. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ഭാഗങ്ങൾ എനിക്ക്, അതായത് ഈ ഒരു പടം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നോട്ട് ഇങ്ങോട്ട് പോയത് തന്നെ ഞാൻ ലോജിക്ക് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ടാണ് ഞാൻ പോയത്. ജസ്റ്റ് എനിക്ക് അറിയണം ഒന്ന്, ഒരു മാസ് ആ ഒരു ഫീലാണല്ലോ. അപ്പോൾ വിസിൽ വിളിക്കണം, ഞാൻ അതിന് മാത്രമായിട്ടാണ് പോയത്. പിന്നെ പൃഥ്വിരാജിന് എനിക്ക് ആളുടെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ KGF ഒരു ടച്ചൊക്കെ എവിടേക്കോ തോന്നി ട്രെയിലറിലൊക്കെ. പക്ഷേ നിങ്ങളൊരിക്കലും KGF വിചാരിച്ചിട്ടൊന്നും പോകാൻ നിൽക്കണ്ട. മീൻസ് ആ ഒരു KGF 1 ആ ഒരു വൈബൊന്നും ഇതിൽ കിട്ടിയില്ല. കുറേ ഭാഗങ്ങൾ കിട്ടിയിട്ടില്ല. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ചിരിച്ചുപോയി, ചില സീരിയസ് ഭാഗങ്ങളൊക്കെ. പക്ഷേ ഒരു സീനുണ്ട്, പൃഥ്വിരാജ് ഒരു നിഴൽ നോക്കുന്ന സീനുണ്ട്. ആ ഒരു 10 മിനിറ്റ്, ആ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് വിസിൽ വിളിച്ച് ഭയങ്കര കിട്ടില്ലനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഫീല് ബാക്കി ഭാഗങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിൻ്റെ കഥ പറയുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ കണ്ണിന്ന് പോകും. ഒന്ന് കണ്ണടച്ചാൽ അതിൻ്റെ കഥ വിട്ടു, എൻ്റെ കയ്യിൽ നിന്ന് പോയി പോവും. പിന്നെ കുറേ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കഴിയുന്നത് ഒരു ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ചെല്ലുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെല്ലുക. പടം തുടങ്ങുന്നത് പെട്ടെന്ന് കേട്ടോ, ഒക്കെ പെടാന്നൊക്കെയാണ്. പിന്നെ ലാസ്റ്റിലേക്ക് കുറച്ച് ഇങ്ങനെ സ്റ്റോറി പറയുന്നതുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്നൊരു ചങ്ങാണ്ടേനു, മൂപ്പർക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ സ്റ്റോറി ഇങ്ങനെ തപ്പുക, പടച്ചോൻ ഇത് ആരാട്, ഇത് വൻ്റെ തന്ത അല്ല എൻ്റെ മോനെ ഇതാരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തപ്പുക, ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഓരോ സ്ഥലത്തൊക്കെ. അപ്പം എനിക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്തില്ല, പക്ഷെ ആൾക്ക് ലാഗ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, കുറേയൊക്കെ ഇങ്ങനെ കിട്ടുന്ന സീനൊക്കെ ഉണ്ട്. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ ലൈക്ക് ഈ BGM ഒക്കെ ഇടുമ്പോഴല്ലേ, ഇങ്ങനെ കിട്ടുന്ന സീനിലൊക്കെ BGM ഇടുമ്പോൾ എനിക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഒരു 5 സെക്കൻഡ് സംഭവം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മാതിരി എനിക്ക് പേഴ്സണലി ചില ഭാഗങ്ങൾ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല. ഇതൊക്കെ എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ പോയി കാണരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇത് കാണുന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് വേറൊരു സംഭവമാണ്. അത് KGF പോലെയല്ല, ഇത് വേറൊരു സ്റ്റോറി കൊണ്ടുവന്ന് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സ്റ്റോറി ഉണ്ടല്ലോ, അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചില സീൻസൊക്കെ അവരുണ്ടാക്കി വെച്ച ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഈ സെറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര അടിപൊളി. പിന്നെ ചില സീനൊക്കെ ഭയങ്കര ക്ലിയറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ മലയാളം കണ്ടതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ എന്തൊക്കെയോ ബാഡായിട്ട് എനിക്ക് തോന്നി. അത് മലയാളം കണ്ടതുകൊണ്ടായും ഞാൻ കഴിയുന്നതും മീൻസ് ഭാഷ അറിയില്ലെങ്കിലും സബ് ടൈറ്റിൽസ് വായിച്ചിട്ടാണെങ്കിലും ഞാൻ അവരുടെ ഭാഷ മെയിൻ സംഭവമില്ലേ, അവർ ചെയ്തത് എന്താണോ അതാണ് ഞാൻ കാണാൻ നോക്കുക. കാരണം ഇങ്ങനെ ലിപ്സിങ് വരാതെ നോക്കുമ്പോൾ നമുക്കെന്തോ എനിക്ക്
എന്തൊക്കെയോ ബാഡ് ഫീൽ തോന്നും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ അതിൽ സെറ്റ് ആവട്ടോ. പക്ഷേ എനിക്ക് കെ ജി എഫ് മാതിരി ഞാൻ ഒരിക്കലും ഇതിന് പറയില്ല. കെ ജി എഫിനെ വെച്ചിട്ട് ഞാൻ പറയില്ല. പക്ഷേ കെ ജി എഫ് സെയിം കോപ്പി ഒന്നുമല്ല. ഇത് വേറെ തന്നെ സംഭവമാണ്. ഇത് വേറെ തന്നെ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് സീൻസൊക്കെ ലൈക്ക് ഫ്രെയിംസൊക്കെ ചിലപ്പോൾ കെ ജി എഫ് ഫീൽ നിങ്ങൾക്ക് തോന്നും. ഞാനിങ്ങനെ യാഷ് വരുന്നൊക്കെ വിചാരിച്ചു, ഒരു തേങ്ങയില്ല. പിന്നെ ഇങ്ങനെ ട്വിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ പോയിട്ട് അവിടെ ഇവിടെയും പോയി തോണ്ടി നോക്കണ്ട, ഉള്ള ട്വിസ്റ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ഇതറിയണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ആദ്യം പോയത്. ഞാൻ എൻ്റെ കൂടെയുള്ള ചങ്ങായിനെ ഓൻ്റെ അടുത്ത് എനിക്ക് എന്തായാലും തെറി വെക്കും. കാരണം ഓനോട് പോലും പറയാതെ പെട്ടെന്ന് ഞാൻ 5:30 എൻ്റെ പ്ലാന് സെറ്റാക്കി, എന്നിട്ട് പെട്ടെന്ന് പോയി കണ്ടതാണ്. സോ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഓക്കെ അല്ലെങ്കിലും ഞാൻ ഒരു സീനുണ്ട്, ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ മറ്റേ അമ്മ, കുട്ടികൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ, പിന്നെ ഇവനെ വെറുതെ പൊക്കി പറയാം, അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ആ കെ ജി എഫിൻ്റെ സെയിം സംഭവത്തിലുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ കുഴപ്പമാണ്. ലൈക്ക് ഞാൻ അങ്ങനെ കളിയാക്കൊന്നുമല്ല. എനിക്ക് പ്രഭാസിനെ കാണുമ്പോൾ ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു വയലൻസ് ആയിട്ടുള്ള ഭയങ്കര ഒരു അക്രമകാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്ക് ആളൊരു ഭയങ്കര ക്യൂട്ട് മോനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ചില സീനിലൊക്കെ, ഈ രക്തത്തെ കുളിക്കുന്ന ചില സീനിലൊക്കെ എനിക്ക് ആളെ ഫേസ് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആ ഭാഗത്ത് പൃഥ്വിരാജ് ആവുമ്പോൾ ഭയങ്കര ആ ഒരു വയലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇത് ഞാൻ കളിയാക്കുന്നല്ല കേട്ടോ. അപ്പോൾ ആളുടെ മോശമല്ല, എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുക ഇതിനുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് അത്ര ഇങ്ങനെ കയറി വന്നില്ല, ചില ഭാഗങ്ങളൊന്നും. അതെൻ്റെ പേഴ്സണൽ ഫീലാണ്. എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. അതിനുകൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. വേറൊരു വ്യക്തിക്ക് ഇങ്ങനെ തോന്നാത്ത ഒരാൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം മറ്റേ യാഷൊക്കെ ആകുമ്പോൾ ആളുടെ താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ആ ഒരു ചില സീനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഡയലോഗിൽ അങ്ങനെ അവിടെ നിന്നു. പക്ഷെ ഇങ്ങേരുടെ എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ തോന്നുന്നില്ല. ലൈക്ക് ബാഹുബലി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഒരു നല്ലൊരു വ്യക്തിയല്ലേ. അധികം വയലൻസ് ഒന്നും ഉണ്ടോ പടച്ചോനെ? ഉണ്ട്. എന്നാലും ചില സീനിലൊക്കെ അതിൽ എനിക്ക് അങ്ങനെ വേണം തോന്നിപ്പോയി. ആൾക്കൊരു സീന് പാവല്ലേ, ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ പേടിയാവുന്ന ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല. പവർഫുള്ളാണ്, പക്ഷേ പേടി തോന്നുന്നില്ല. അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പിന്നെ ഡയലോഗ്സൊക്കെ കിട്ടില്ല, ഡയലോഗ്സൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. നമുക്ക് കണ്ടിട്ട് റൊമാൻറ്റിഫിക്കേഷൻ ആവാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പറ്റെങ്കിലൊന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. നിങ്ങളെ അഭിപ്രായം എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുള്ളത് ഷുവറാണ്. അങ്ങനത്തെ കുറേ കേസ് ഉണ്ട്. കാരണം ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ ഉള്ളവരോടൊക്കെ വെറുതെ ഒന്ന് നൈസായിട്ട് നോക്കി. അപ്പോൾ അവരുടെ റിയാക്ഷൻ കേട്ടോ, പോയി ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അപ്പുറത്ത് നിന്നുള്ളവൻ പറയുന്നുണ്ട്, എടാ പടം ഫസ്റ്റ് ഹാഫ് ബോറാ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് അങ്ങനെ ബോറായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും കുറച്ച് ബോറ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ട് എന്തായാലും അഭിപ്രായം വരും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് കാണാം.